ഈസി ടേസ്റ്റി ക്യൂസിനിലേക്ക് ഏവർക്കും സ്വാഗതം. പിന്നെ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് പഴങ്കഞ്ഞിയായിട്ട് എത്തിക്കണത് ഉണ്ട്. ശരിക്കും അത് സൗത്ത് ഇന്ത്യൻ ഡിഷ് കേട്ടോ. നമുക്ക് കേരളീയർക്ക് മാത്രം എന്താ പറയുക അവകാശപ്പെടുന്ന ഒരു സാധനമല്ല. ഞാൻ തമിഴ്നാട്ടിലാണ് പഠിച്ചത്. അപ്പോൾ തമിഴ്നാട്ടിൽ പഠിച്ചപ്പോഴത്തെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ 7 മണിക്ക് ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറണം. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനെ ശരിക്കും നല്ല വിശപ്പാകും. അപ്പോൾ ഞങ്ങൾക്കൊരു ടീ ബ്രേക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻസിനൊക്കെ ടീ ബ്രേക്കിന് പോകാം 10 മണിക്ക്. ബാക്കിയുള്ളവർക്ക് പോകാം, പക്ഷെ നമ്മൾ ആദ്യം വിടും. അപ്പം നമ്മളിങ്ങനെ ബാക്കറൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ വിശന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹോസ്റ്റലിൽ വരും. ഹോസ്റ്റലിൽ വരുമ്പോഴത്തേന് അന്നത്തെ നമ്മുടെ കുക്ക് അണ്ണന്മാരുണ്ടല്ലോ, അവർ തലേ ദിവസത്തെ വലിയ അണ്ടാവിൽ തലേ ദിവസത്തെ ചോറും രസം അവിടെ ഒരു മെയിൻ സാധനമാണ്. ചോറും രസമൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചു. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് വെക്കും കേട്ടോ. അല്ലാതെ എന്തെങ്കിലും കഴിക്കാനും ഉണ്ടാവും, ചെറിയ എന്താ പറയുക കേസരി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇത് ചായ ഉണ്ടാവും. പക്ഷെ ഇതിങ്ങനെ അവർ എന്താ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഈ ഒരു ചോറും തലേ ദിവസത്തെ ചോറും രസം കൂടെ അങ്ങനെ വെച്ചേക്കും. ഇപ്പം എനിക്ക് വായിൽ വെള്ളം വരുന്നു. എന്നിട്ട് ഈ അണ്ണന്മാരെ നമ്മൾ സോപ്പിട്ടിട്ട് എന്താ പറ്റുക, നല്ല കട്ടത്തൈരും മുളകും പുളി തരും കേട്ടോ. അവരെ പുളി, ചുവന്നുള്ളി ഇതൊക്കെ ഇങ്ങനെ അടിച്ചു മാറ്റും പറയുന്നു. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി ഒരു എന്താ പറയുക, ഒരു ഇതുണ്ട്, ശരിക്കും പറഞ്ഞാൽ തീറ്റയുണ്ട് എന്ന് തന്നെ പറയണം. അപ്പം അതിലേറ്റവും വിറ്റെന്ന് പറഞ്ഞാൽ ഈ ഇത് ചെയ്തിട്ട് വരുന്നവരെല്ലാവരും ആ പാത്രത്തിൽ കൈയിടും എന്നുള്ളതാണ്. അപ്പൊ അന്ന് ഈ പാക്കർക്ക് കൊടുക്കാൻ ഒരു പോൺസിന്റെ പൗഡറാണ് ഉപയോഗിക്കുന്നത് നമ്മൾ. അവസാനം ഈ കഞ്ഞിക്ക് ഒരു പോൺസിന്റെ മണമായിട്ട് മാറും. എന്നാലും ആ കഞ്ഞി കുടിക്കുക. അതാണ് എനിക്ക് ഈ പഴങ്കഞ്ഞിയുടെ എൻ്റെ ഓർമ്മ. വീട്ടിലൊന്നും അങ്ങനെ പഴങ്കഞ്ഞി കുടിച്ച് എനിക്കറിയില്ല. പക്ഷെ സൈച്ചാൻ്റെ അപ്പച്ചനൊക്കെ ഇങ്ങനെ എന്താ പഴങ്കഞ്ഞിയൊക്കെ എടുത്തു വെക്കും കേട്ടോ. എടുത്തു വെക്കും. അപ്പച്ചന് ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പണ്ട് കാലത്തുള്ളവരൊക്കെ പഴങ്കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ നല്ലപോലെ പണിയെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കോമ്പൻസേറ്റ് പോകും. പക്ഷെ ഇന്ന് നമ്മൾ പഴങ്കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് നമ്മൾ ഒരു സെൻ ലൈഫല്ലേ, എന്ന് വെച്ചാൽ നമ്മൾ അധികം നമ്മൾ വർക്ക് ചെയ്യുന്നില്ലല്ലോ, ഓരോരുത്തർ ഇരുന്നുള്ള പണിയാണ് മിക്കവാറും എല്ലാവർക്കും. അപ്പം അതാണ് നമുക്കൊരു പ്രശ്നം പറ്റുന്നത്. പക്ഷെ വൺസ് ഇൻ എ വൈൽ നമുക്ക് കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഴങ്കഞ്ഞി കുടിക്കുന്നതല്ലാണ് ഈ വൈറ്റ് റൈസിനേക്കാളും നല്ലത് നമ്മൾ കുത്തരി കേട്ടോ. ഇത് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചാണ് ഇതിന് വേണ്ടിയിട്ട്. കുത്തിരിയാണ് ഏറ്റവും നല്ലത്. പിന്നെ അതിൽ നമുക്ക് ശരിക്കും റൈസിൽ നിന്ന് നമുക്ക് വൈറ്റമിൻസ് കിട്ടുന്നുണ്ടല്ലോ. അത് കൂടാതെ ഇപ്പം പഴങ്കഞ്ഞി കുടിക്കുമ്പോഴത്തേന് ഒരു ഫെർമെൻറ്റേഷൻ നടക്കും അതിൽ. ലാക്ടോബാസിലസ് അതൊക്കെ. ഞാനപ്പോൾ വലിയ ഇതൊന്നും പറയുന്നില്ല, കാരണം തെറ്റാണെങ്കിൽ പിന്നെ എന്നെ പൊങ്കാല ഇടാൻ വരും. എന്നാലും ഫെർമെൻറ്റഡ് നടന്നിട്ട് അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ വയറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടും പഴങ്കഞ്ഞിയിൽ നിന്ന്. അത് സത്യമാണ്. പിന്നെ നമുക്കിത് തൈര് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു പ്രോബയോട്ടിക്. നമുക്ക് നമ്മളുടെ കുടലിനൊക്കെ നമുക്ക് ഒരു എന്താ പറയുക, നാച്ചുറലായിട്ട് കുറച്ച് ബാക്ടീരിയാസ് വേണമല്ലോ. അതൊക്കെ നമുക്ക് തൈരിൽ നിന്ന് കിട്ടും. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നമ്മളാണ്ട് ഒരു പഴങ്കഞ്ഞി കുടിക്കണം മിനിമം ഒരു ദിവസത്തെ അല്ലെങ്കിൽ 2 ദിവസത്തെങ്കിലും പഴക്കമുള്ള ഇത് വേണം. നമ്മുടെ മീൻകറി വേണം. അത് മസ്റ്റാണ്. ഇതിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇങ്ങനെ എന്താ പറയുക, വറ്റിച്ചെടുക്കുന്ന മീൻകറിയാണ്. പിന്നെ തൈര്, അഫ്കോഴ്സ് കട്ട തൈര്. പിന്നെ എനിക്കിവിടെ ഉള്ളത് ഉപ്പുണ്ട്, നമ്മുടെ നാരങ്ങാച്ചാറുണ്ട്, മാങ്ങാച്ചാറുണ്ട്, പിന്നെ നമ്മുടെ ഫേവറേറ്റ് നെല്ലിക്കാച്ചാറുണ്ട്, പിന്നെ മുളകുണ്ട്. ചിലർ നമ്മുടെ എന്താ പറയുക പച്ചമുളക് ഇതിനകത്തിട്ട് ഇളക്കും കേട്ടോ. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. ഇത് ഞാൻ കടിച്ച് കൂട്ടുക ചെയ്യുക. ഇവിടെ മുളകെന്ന് പറഞ്ഞൊരു ക്രേസാണ്. കാരണം സഹിച്ചാൻ എല്ലാത്തിൻ്റെ കൂടെ, ഈവൻ ദോശയുടെ കൂടെ വേണം പച്ചമുളക് കഴിക്കും. അപ്പം അത് കണ്ട് ശീലിച്ചിട്ട് എനിക്കും ചോറിൻ്റെ കൂടെ പച്ചമുളക് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഇതിന് നമ്മുടെ പഴങ്കഞ്ഞിക്ക് വേണമെങ്കിൽ കാന്താരി ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ അത്ര ഏരിയ എനിക്ക് പറ്റില്ല. എന്നിട്ട് ഇത് ഉണക്കമീനാണ്. ഉണക്കമീൻ ഡ്രൈ ആയിട്ട് വറുത്തിട്ട് നമ്മുടെ തക്കാളിയും അതുപോലെ സവാളയൊക്കെ ഇട്ട് വഴറ്റിയെടുത്ത ഇത് നമ്മുടെ പീര പറ്റിച്ചത് മീൻ. ഇതാണ് മത്തി മീനാണ്. ഇത് നമുക്ക് പയറും നമ്മുടെ മത്തങ്ങ തോലും കൂടി ഇട്ടിട്ടുള്ള തോരനാണ്. നമ്മൾ ചുവന്നുള്ളി, പിന്നെ നമ്മുടെ എക്കാലത്തെയും ഫേവറേറ്റ് കപ്പ. ഇത് പിന്നെ കുറച്ച് മോര്. ഇത്രയാണ് ഞാൻ പഴങ്കഞ്ഞി കുടിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇപ്പം പലരും ഇങ്ങനെ കൊതിയടിച്ച് നിൽക്കുന്നുണ്ട്. കുറച്ച് ചുവന്നുള്ളി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ചുപ്പ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ വായിൽ വെള്ളം വരുന്നുണ്ട്. കുറച്ച് കടുമാങ്ങ, ഒരു നാരങ്ങ ഇടുന്നുണ്ട്. നമുക്ക് നെല്ലിക്ക കടിച്ചു കൂട്ടാം കേട്ടോ. പിന്നെന്താ, നമ്മുടെ മീൻ കറി, അത് ചാറൊക്കെ ഇടട്ടെ.
മീൻകറിയുടെ ചാറ്, പിന്നെ നമ്മുടെ എന്താ ഉണക്കമീൻ്റെ അതിൻ്റെ ഇത് കറിയില്ലേ, ഇതൊക്കെ കൊടുക്കും. പിന്നെ നമ്മുടെ മത്തി പീര പറ്റിച്ചത്, പിന്നെ നമുക്ക് പയറ് തോരൻ, പിന്നെ അതിൻ്റെ കപ്പ, പിന്നെ നമുക്ക് ഇച്ചിരി മോരൊഴിക്കാം. തൈരുണ്ട് എന്നാലും കുറച്ച് മോര്. ഇതെല്ലാം കൂടെ ഇങ്ങനെ ഞാൻ വിടണം. ഇത്രയും ഞാൻ ചോറ് കഴിക്കുന്ന ആളല്ല കേട്ടോ. ചോറ് ഞാൻ വളരെ കുറച്ച് കഴിക്കുന്ന ആളാണ്. നല്ല പോലെ ഇങ്ങനെ അങ്ങനെ എവിടെ അത് റെഡിയാക്കണം. അപ്പം ഇച്ചിരി മീൻ എടുക്കട്ടെ. ഇവിടെ എല്ലാരും ഇത് കിട്ടുന്ന ഇതായിട്ടാണോ എനിക്കറിയില്ല. കുറച്ചുകൂടെ കപ്പ എടുക്കാം. നമുക്കിനി മുളക് കടിച്ചു കൂട്ടാട്ടോ. വേറെ ലെവലാട്ടോ. നമുക്ക് ഒരു പിടി എടുത്തിട്ട് നെല്ലിക്ക, മാങ്ങ, മുളക് നല്ല എരിയുണ്ട് കേട്ടോ. അപ്പം ഞാനൊന്ന് ആസ്വദിച്ച് കഴിച്ചോട്ടെ. ഇപ്പം സഹിച്ചാനും മോളും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ഇതൊന്ന് കഴിക്കും. ശരിക്കും 10ാമത്തെ വീഡിയോ ഒരു റൈസ് സീരീസ് അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10ാമത്തെ വീഡിയോ പഴങ്കഞ്ഞി ചെയ്യണമെന്ന് സഹിച്ചാനാണ് പറഞ്ഞത്. കുറേ പഴങ്കഞ്ഞി വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും, കുറേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഏതെങ്കിലും ഒന്ന് കണ്ടിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. മസ്റ്റ് ട്രൈ ചെയ്യണം. രാവിലേക്ക് ഇത് കുടിച്ചിട്ട് പോയാലുണ്ടല്ലോ അടിപൊളിയായിരിക്കും. പക്ഷെ കുടിച്ചിട്ട് നമ്മൾ വെറുതെ ഇരിക്കരുത്, എന്തെങ്കിലും വർക്കൗട്ടോ എന്തെങ്കിലും ചെയ്യണം. അപ്പം ഈ സീരീസ് എല്ലാം കണ്ടതിന് വളരെ നന്ദി. തുടർന്നും കാണണം. എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞാനിതൊന്ന് വിശദമായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കുറിച്ചോട്ടെ. അപ്പം ടാറ്റാ.